അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ എവിടെ മൊട്ടക്കുന്ന് വാഗമണ്ണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വാഗമണ്ണിലെ കാഴ്ചകൾ കാണിക്കാം. മൊട്ടക്കുന്നിലെ പുതിയ സെറ്റ് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. കറക്റ്റ് ക്ലൈമറ്റാണ് ഇന്ന്. എന്താ ഈ റൈഡിങ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ മേൽക്കൂടി ഇങ്ങനെ നടക്കുന്നത്, പിന്നെ കെട്ടിയിട്ടിട്ട് നമ്മൾ ഇരുട്ടി വിടുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ട്രക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് തന്നെ കടകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാൻ പറ്റുന്ന ടൈപ്പ് കടകളാണുള്ളത്. നമുക്ക് സ്ഥലങ്ങൾ കാണാം. കുറേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്ഥലങ്ങളാണ്. എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല. നല്ല പുറത്ത് കാറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ മുന്നിലോട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. നമുക്കുള്ള പ്രധാന കാഴ്ചകൾ കാണുകയാണ്. വാട്ട് എ വണ്ടർഫുൾ പ്ലേസ് ടു എൻജോയ്. കൊള്ളാം കേട്ടോ, പൊളിയാണ് ഗൈസ്. നിങ്ങളൊക്കെ വന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, സൂപ്പർ സ്ഥലങ്ങളാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഇങ്ങനെ ബോട്ടിംഗ് ഉണ്ട്. നേരത്തെ ഞാൻ സൈക്കിൾ റൈഡിങ് അല്ലേ കാണിച്ചത്. ബോട്ടിംഗ് ഉണ്ട്, സൈക്കിൾ റൈഡിങ് ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അതുകൊണ്ട് അവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ നമുക്ക് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്കാം കേട്ടോ. പൊള്ളിയാണ് കേട്ടോ ഈ സ്ഥലം. ഇത് വാഗമൺ മുട്ടക്കുന്നാണ്. നിങ്ങളെല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. ഇവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളോ പറയുകയോ, മഴ പെയ്യുവാണെങ്കിൽ ഇതിനകത്ത് കയറിയിരിക്കുക, എന്ത് വേണം ചെയ്യാം കേട്ടോ. ഇവിടെ വെയിലൊന്നും അധികമായിട്ടില്ല, രാവിലെ ആയിട്ടും വെയിലൊന്നും ഇല്ല. ഇവിടെ നല്ല തണുപ്പാണ്, സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഈ വാഗമൺ മുട്ടക്കുന്ന് കാണുകയാണ് കേട്ടോ. അവിടെ എന്തോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ സൂം ചെയ്ത് കാണിക്കാം. എന്തുകൊണ്ട് അവിടെ എന്തോ ഉണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. ഞാൻ ഇവിടെ ലാസ്റ്റ് ടൈം കുഞ്ഞായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ബോട്ടിങ്ങിൻ്റെ ഏരിയ കാണിക്കട്ടെ, നിങ്ങളെല്ലാവരും നോക്കുക. അതുകൊണ്ട് അതാണ് ബോട്ടിങ്ങിൻ്റെ ഏരിയ ഉണ്ടോ. വെള്ളം വെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ. ആരും ഇറങ്ങാനൊന്നും നിൽക്കണ്ട. അതുകൊണ്ടൊരു പട്ടം അവിടെ കുരുങ്ങി കിടക്കുകയാണ്. അതാണ് ബോട്ടിങ്ങിൻ്റെ ഏരിയ. അതിനായിട്ട് വെള്ളം നല്ലതല്ലെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഒരു ചുമന്ന വെള്ളത്തിൻ്റെ കണക്ക് കിടക്കുന്നു കേട്ടോ. അതിൽ കുഞ്ഞു മീനുകളൊക്കെ അവരിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ വലുതായി കാണുമല്ലേ. അപ്പം നമുക്ക് നേരെ നമ്മുടെ അത് കണ്ടോ, പശുക്കുട്ടികൾ. ഇതാരും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ഗോമാതാസ് പശുക്കുട്ടികളെ അങ്ങനെ നമ്മൾ കണ്ടു. പശു അമ്മയെ കണ്ടു, പശു അച്ഛനെ കണ്ടു. ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അടുത്ത് പറയുകയാണ്. അതാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ എന്തു പറയുന്നത്, സൈക്കിൾ റൈഡിങ് ഇതാണെന്ന് തോന്നുന്നു. അതാ ഞാൻ നേരത്തെ സൂം ചെയ്ത് കാണിച്ച സ്ഥലം കേട്ടോ. അത് ഞാനിതുവഴി പോകുന്നു, അമ്മച്ചനെ ഇതുവഴി പോകുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഒന്ന് കയറി പോകാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയറി പോകുന്നത്. അതെന്താണ് ഞാൻ കറക്റ്റായിട്ടൊന്ന് സൂം ചെയ്തെടുത്ത് കാണിക്കാം. ഞങ്ങളെ ആൾക്കാരൊക്കെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണിത്? മറ്റേ സൈക്കിൾ റൈഡിങ് ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മുട്ടക്കുന്ന്. എന്നെ മണ്ടയ്ക്ക് കാറ്റ് ആസ്വദിക്കുകയാണ്. നല്ല കാറ്റ്, നല്ല സുഖമൊക്കെ ഉണ്ട് കേട്ടോ. മുട്ടക്കുന്ന് മലമേലെ ചിരി വെച്ച് പെണ്ണല്ലി ഇടുക്കി. ഇത് ഇടുക്കിയിലെ ഒരു ചെറിയ ഇണങ്ങിയ ഒരു സ്ഥലമാണ് കേട്ടോ മുട്ടക്കുന്ന്.
സൂപ്പറാണ്. നമ്മുടെ മുട്ടക്കന്നാണിത്. ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. നല്ല സുഖമുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങളെല്ലാവരും വന്നാൽ ട്രൈ ചെയ്യുക. സൈക്കിൾ റൈഡിങ് അവിടം വരെ ഉണ്ട്. ആ സ്പോട്ടില്ലേ, ആ സ്പോട്ട് ടു ഈ സ്പോട്ട് അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ അവിടം വരെ ഉണ്ട്. പിന്നെ അവിടെ എന്തോ ഒരു സാധനം മേളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള സ്ഥലം എന്തോന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ വന്നിരിക്കാം. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചില്ലേ ഇവിടെയൊക്കെ ഇരിക്കാമെന്ന്, അതേ കണക്കിന് ഇവിടെയൊക്കെ ഇരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.